റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ടോപ്പിക്ക് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, ഐ നോ ദ മാൻ ഡാഷ് ഇനോഗ്രേറ്റഡ് ദ ഫംഗ്ഷൻ. നമുക്കറിയാം പേഴ്സണെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബോ അല്ലെങ്കിൽ മെയിൻ വെർബോ വന്നാൽ ഉത്തരം ഹൂ ആയിരിക്കും. ഉത്തരം ഏതിലേക്ക് വരുന്നു? ഹൂ ഉത്തരമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ മാൻ അല്ലെങ്കിൽ ഐ എന്നത് പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഡാഷ് കഴിഞ്ഞിട്ട് ഇനോഗ്രേറ്റഡ് എന്നത് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഹൂ ഉത്തരമായിട്ട് വരുന്നു. അതുകൊണ്ട് ഹൂ എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം, ഹി നോസ് ദ സബ്ജക്റ്റ് ഡാഷ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നമുക്കറിയാം സബ്ജക്റ്റ് അല്ലെങ്കിൽ വ്യക്തികളെയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ മൃഗങ്ങളെയോ സൂചിപ്പിക്കുന്ന സെൻറ്റൻസ് ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് വന്നാൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉത്തരമായിട്ട് എഴുതുന്നു. ഹി നോസ് ദ സബ്ജക്റ്റ്, ഇവിടെ സബ്ജക്റ്റ് എന്നത് ഒരു തിങ് ആയതുകൊണ്ട് ഉത്തരമായിട്ട് ഏത് വരുന്നു? വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ എഴുതാം. ഇവിടെ ഓപ്ഷനിൽ വിച്ച് വന്നുകൊണ്ട് വിച്ച് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ദിസ് ഈസ് ദ ബോയ് ഡാഷ് ഓൺ ദി ഗോൾഡ് മെഡൽ. ഇവിടെ ബോയ് എന്നത് പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഡാഷ് ഇൻറ്റ് വിന്നിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള വോൺ എന്നത് വെർബായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഹൂ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹൂ. നാലാമത്തെ ചോദ്യം, ഹി ഡാഷ് ദി വർഷിപ്പ് ബൈ ഡാഷ് ഗിഫ്റ്റ് വി ലിവ് ഇൻ ദി വേൾഡ്. അപ്പോൾ എന്താ ഡാഷ് കഴിഞ്ഞിട്ട് ഹി എന്നത് പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഡാഷ് ഇൻറ്റ് വി എന്നത് പ്രോനൗൺ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ പേഴ്സണെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ ഹൂം ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ഡാഷിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഗിഫ്റ്റ് എന്നത് ഒരു നൗൺ ആയതുകൊണ്ട് ഹൂസ് ഉത്തരമായിട്ട് വരുന്നു. അപ്പം ഹൂമും ഹൂസും വരുന്ന ഓപ്ഷൻ നോക്കുക. ഒന്നാമത്തേൽ ഹൂസ് ഹൂമാണ് വരില്ല. രണ്ടാമത്തേൽ ഹൂം വിച്ചാണ് വരില്ല. മൂന്നാമത്തേൽ ഹൂ വിച്ചാണ് വരില്ല. നാലാമത്തത് ഹൂമ് ഹൂസ്. നാലാമത്തെ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, പയാൽ സാ ദ സ്നേക്ക് ഡാഷ് ഹി തോട്ട് വുഡ് ബി അല്ലെങ്കിൽ തോട്ട് വുഡ് ബൈറ്റ് ഹെർ. അപ്പോൾ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്ത് ചെയ്യും? സ്നേക്കാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടർന്ന് തിങ്സ് ഓർ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബോ അല്ല എങ്കിൽ മെയിൻ വെർബോ അല്ല എങ്കിൽ പ്രോനൗൺ വന്നാൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉത്തരമായിട്ട് എഴുതാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉത്തരം ഏത് വരുന്നു? വിച്ച് ഉത്തരമായിട്ട് വരുന്നു. വിച്ച് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ്, ഹീ ഈസ് വൺ ഓഫ് ദ ഗേൾസ് ഡാഷ് നോ ദി ആൻസർ. ഹീ ഈസ് വൺ ഓഫ് ദ ഗേൾസ് ഡാഷ് നോ ദി ആൻസർ. ഇവിടെ ഗേൾ എന്നത് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഡാഷിൻ്റെ നോ എന്നത് ഒരു മെയിൻ വെർബ് ആയതുകൊണ്ട് ഉത്തരം ഹൂ ഉത്തരമായിട്ട് വരുന്നു. ഹൂ വരുന്നു. അടുത്ത ചോദ്യമാണ്, ഹി ഹാസ് ബോട്ട് ദ പെന്ന് ഡാഷ് ഐ ആസ്ക്ഡ് ഹർ. നോക്കിയേ, അപ്പോൾ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ തുടർന്ന് തിങ്സോ ആനിമൽസോ സൂചിപ്പിക്കുന്ന വാക്കുകൾ വന്നാൽ ദാറ്റ് ഉത്തരമായിട്ട് വരും. ഇവിടെ ഹി എന്നതും പെൻ എന്നതും വ്യക്തിയെ സൂചിപ്പിക്കുന്നതും അതുപോലെ തന്നെ തിങ്ങും വന്നതിനാൽ ദാറ്റ് ഉത്തരമായിട്ട് വരുന്നു. ഉത്തരം ദാറ്റ്, ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഈ അഞ്ചാമത്തെ ചോദ്യത്തിൽ തന്നെ ദാറ്റ് ഓപ്ഷനിൽ വന്നിരുന്നെങ്കിൽ ദാറ്റ് ഉത്തരമായിട്ട് എഴുതാം. കാരണം പയാൽ എന്ന് പറയുന്നത് പേഴ്സൺ ആണ്. സ്നേക്ക് എന്നത് ഒരു ആനിമലാണ്. തുടർന്ന് ദാറ്റാണ് വരേണ്ടത്. ഓപ്ഷനിൽ ദാറ്റ് ഇല്ലാത്തത് കൊണ്ട് പകരക്കാരനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? വിച്ച് ഉപയോഗിക്കാം. അടുത്ത ചോദ്യമാണ്, ഹീ ഈസ് വൺ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ്. കണ്ടല്ല, ഷീ ഈസ് വൺ ഡാഷ് വി ക്യാൻ ട്രസ്റ്റ്. ഷീ എന്നത് ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്നു. ഡാഷ് കഴിഞ്ഞിട്ട് വി എന്നത് പ്രോനൗൺ ആണ്. അപ്പോൾ വ്യക്തിയെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ ഹൂം ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ്, ദിസ് ഈസ് ദ ഡോഗ് ഡാഷ് ഐ ബോട്ട് എസ്റ്റർഡേ. നമുക്ക് ഇവിടെ ഡോഗ് എന്നത് ഒരു തിങ് അല്ലെങ്കിൽ ആനിമലിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഡാഷ് കഴിഞ്ഞ ഐ എന്ന പ്രോനൗൺ വന്നിരിക്കുന്നു. അപ്പോൾ തിങ്സ് ഓർ ആനിമൽസിനെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? വിച്ചും എഴുതാം, ദാറ്റും എഴുതാം. ഓപ്ഷനിൽ ദാറ്റ് ഉള്ളതുകൊണ്ട് ബി ഓപ്ഷൻ ദാറ്റ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 10ാമത്തെ ചോദ്യമാണ്,
ദ പ്ലേസ് ഡാഷ് ഐ മെറ്റ് മൈ ഓൾഡ് ഫ്രണ്ട് വാസ് കൊടൈക്കനാൽ. ഇവിടെ സ്ഥലത്തെ സൂചിപ്പിക്കുന്ന വാക്കായതിനാൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ എന്ന അർത്ഥത്തിൽ വെയർ എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ് ഐ വിൽ ഷോ യു എ ഹൗസ് ഡാഷ് യു ക്യാൻ ബൈ. ഐ വിൽ ഷോ യു എ ഹൗസ് ഡാഷ് യു ക്യാൻ ബൈ. 11ാമത്തെ ചോദ്യം. 11ാമത്തെ ചോദ്യത്തിൽ ഇവിടെ ഹൗസ് എന്നത് ഒരു തിങ് ആയതിനാൽ നമുക്ക് തുടർന്ന് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉത്തരമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. 11ാമത്തിൻ്റെ ഉത്തരം ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ് ദിസ് ഈസ് ദ മാർക്കറ്റ് ഡാഷ് ദ വെജിറ്റബിൾസ് ആർ സോൾഡ്. നോക്കിയേ, അപ്പോൾ ഇതാണ് ആ മാർക്കറ്റ്, ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്നർത്ഥം വരുന്നത് കൊണ്ട് ബി ഓപ്ഷൻ വെയർ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ് മേരി ഡാഷ് ഐ മെറ്റ് എസ്റ്റർഡേ കോൾഡ് മീ ബാക്ക്. അപ്പോൾ ഇവിടെ മേരി എന്നത് പേഴ്സണെ സൂചിപ്പിക്കുന്നു, ഡാഷിൻ്റെ ഐ എന്നത് പ്രോനൗൺ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന അല്ലെങ്കിൽ അവിടെ വരുന്ന പ്രൊനൗൺ ഏതാണെന്ന് ചോദിച്ചാൽ ഹൂം. ഇപ്പോൾ പേഴ്സണെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് ആൻഡ് പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ ഉത്തരം ഏതായിരിക്കും? ഹൂം ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ 13ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഡി ഓപ്ഷൻ ഹൂം ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 14ാമത്തെ ചോദ്യമാണ് പീപ്പിൾ ഡാഷ് റെൻസ് ഹാവ് ബീൻ റൈസ്ഡ് ക്യാൻ അപ്പീൽ. ദ പീപ്പിൾ ഡാഷ് റെൻസ് ഹാവ് ബീൻ റൈസ്ഡ് ക്യാൻ അപ്പീൽ. നോക്ക്, റെന്റ് എന്നത് വാടക, അതൊരു നൗണാണ്. ഡാഷ് കഴിഞ്ഞിട്ട് നൗണാണ് വരുന്നതെങ്കിൽ ഹൂസ് ഉത്തരമായിട്ട് വരുന്നു. അതുകൊണ്ട് ഡി ഓപ്ഷൻ ഹൂസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. 14 ഡി. അടുത്ത ചോദ്യമാണ് 15ാമത്തെ ചോദ്യം. ദ പപ്പി ഡാഷ് ഐ റെസ്ക്യൂഡ് വാസ് എ ബ്ലാക്ക് വൺ. നോക്കിയേ, ഇവിടെ പപ്പി എന്നത് ഒരു ആനിമലിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്നത് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് വരാം. ഓപ്ഷനിൽ വിച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ബി ഓപ്ഷൻ വിച്ച് ഉത്തരമായിട്ട് എഴുതാം. അടുത്ത ചോദ്യം 16ാമത്തെ ചോദ്യമാണ് ഐ സേ ഡാഷ് ഐ മീൻ. അപ്പോൾ എന്താണ് എന്നർത്ഥത്തിൽ വാട്ട് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരാം. അടുത്ത ചോദ്യമാണ് ഹി ജസ്റ്റ് ടേൺഡ് എവേ വെൻ ഐ ആസ്ക്ഡ് ഹിം ഡാഷ് ഹി മെൻറ്റ്. നോക്കിയേ, ഹി ജസ്റ്റ് ടേൺഡ് അവേ വെൻ ഐ ആസ്ക്ഡ് ഹിം ഡാഷ് ഹി മെൻറ്റ്. ഇപ്പം എന്താണ് എന്നർത്ഥത്തിൽ വാട്ട് ഹി മെൻറ്റ് ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. 17 ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 18ാമത്തെ ചോദ്യമാണ് ദ ബെഞ്ച് ഡാഷ് ലെഗ്സ് ആർ ബ്രോക്കൺ മസ്റ്റ് ബി റിപ്പയർഡ്. ഇവിടെ ഡാഷ് കഴിഞ്ഞിട്ട് ലെഗ്സ് എന്നത് ഒരു നൗൺ ആയതിനാൽ ഹൂസ് ഉത്തരമായിട്ട് വരുന്നു. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ഓപ്ഷൻ ഹൂസ് ഉത്തരമായിട്ട് വരുന്നു. ഇപ്പോൾ ഡാഷ് കഴിഞ്ഞ് നൗണാണ് വരുന്നതെങ്കിൽ ഹൂസ് ആയിരിക്കും ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത 19ാമത്തെ ചോദ്യമാണ് മൈ സിസ്റ്റർ ഡാഷ് ഹാസ് ഗോൺ ടു ഓസ്ട്രേലിയ. മൈ സിസ്റ്റർ ഡാഷ് ഹാസ് ഗോൺ ടു ഓസ്ട്രേലിയ. അവിടെ ഓപ്ഷനിൽ വെച്ചിട്ട് ഉത്തരം എഴുതണം. വിച്ച് ഈസ് എ ടീച്ചർ ഓപ്ഷനിലുണ്ട്. ഇപ്പോൾ സിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ലേഡി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ തുടർന്ന് ഹൂ അല്ലെങ്കിൽ ഹൂസ് ഉത്തരമായിട്ട് വരാം. അടുത്ത അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തെ ദാറ്റ് ഈസ് എ ടീച്ചർ എന്നത് തെറ്റാണ്. ഹൂം ഈസ് എ ടീച്ചർ, ഹൂം കഴിഞ്ഞാൽ പ്രോനോണേ വരാൻ പാടുള്ളൂ, ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് അത് തെറ്റാണ്. ഹൂ ഈസ് എ ടീച്ചർ ഡി ഓപ്ഷൻ ഹൂ ഈസ് എ ടീച്ചർ. ഹൂ എന്ന് പറയുന്ന പ്രോനോൺ കഴിഞ്ഞിട്ട് ഈസ് എന്ന ഓക്സിലറി വരാം. ഓക്സിലറി അല്ലെങ്കിൽ മെയിൻ വെർബാണ് വരുന്നത്, അതുകൊണ്ട് ഈസ് അവിടെ വരാം. അതുകൊണ്ട് ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്തത് 20ാമത്തെ ചോദ്യമാണ് ഡാഷ് വിൽ ക്യാപ്റ്റൻ ദ കോളേജ് ടീം. ആര് എന്നർത്ഥത്തിൽ ഹു എന്നത് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഹു വിൽ ക്യാപ്റ്റൻ ദ കോളേജ് ടീം. 21ാമത്തെ ചോദ്യമാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഷുഡ് തിങ്ക് ഓഫ് ദ പീപ്പിൾ ഡാഷ് ദേ ആർ അക്കൗണ്ടബിൾ. നോക്കിയേ, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഷുഡ് തിങ്ക് ഓഫ് ദ പീപ്പിൾ ഡാഷ് ദേ ആർ അക്കൗണ്ടബിൾ. നോക്കിയേ, അവിടെ ദേ എന്നതാണ് ഡാഷ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ദേ എന്നത് ഒരു പ്രോനോൺ ആണ്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറയുന്നത് പേഴ്സൺ ആണ് അല്ലെങ്കിൽ പീപ്പിൾ ആണ്.
അപ്പോൾ വ്യക്തികളെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ ഹൂം ഉത്തരമായിട്ട് എഴുതാം. അപ്പോൾ ഏത് ഓപ്ഷൻ വരുന്നു? ടു ഹൂം എന്നത് ഉത്തരമായിട്ട് വരുന്നു. ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 22ാമത്തെ ചോദ്യമാണ്. 22ാമത്തെ ചോദ്യം, ദിസ് ഈസ് ദ കാർ ഡാഷ് മൈ ബ്രദർ ബോട്ട് ലാസ്റ്റ് വീക്ക്. അപ്പോൾ നോക്കിയേ, ദിസ് ഈസ് ദ കാർ ഡാഷ് മൈ ബ്രദർ ബോട്ട് ലാസ്റ്റ് വീക്ക്. കാർ എന്നത് ഒരു തിങ് ആയതിനാൽ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഉത്തരമായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഡി ഓപ്ഷൻ ഏത്? വിച്ച് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 23ാമത്തെ ചോദ്യമാണ്, ഡാഷ് ഈസ് ഹി അപ് ടു. ഹൂ ഈസ് ഹി അപ് ടു. ഹൂ ആര് എന്നർത്ഥത്തിൽ ഹൂ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 24ാമത്തെ ചോദ്യമാണ്, ദിസ് ഈസ് ദ മാൻ ഡാഷ് ദ പെയിൻറ്റിങ്. നോക്കിയേ, അവിടെ മാൻ എന്നത് പേഴ്സൺ ആണ്. പേഴ്സണെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളിൽ ഡാഷ് കഴിഞ്ഞിട്ട് എന്ത് വരാം? ഹൂ എന്നത് വരാം. അത് കഴിഞ്ഞിട്ട് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് വരണം. അതുകൊണ്ട് തന്നെ ഹൂ പ്ലസ് വെർബ് വരുന്ന ഓപ്ഷനായിട്ടുള്ള ഡി ഓപ്ഷൻ ഹൂ സ്റ്റോൾ എന്നത് ഉത്തരമായിട്ട് വരുന്നു. അടുത്തതാണ് 25ാമത്തെ ചോദ്യം, ഡാഷ് ആർ യു വർക്കിംഗ് ഫോർ നൗ. എന്ത് ചെയ്യുന്നു? അപ്പം എന്താണ് എന്നർത്ഥത്തിൽ വാട്ട് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. വാട്ട് ആർ യു വർക്കിംഗ് ഫോർ നൗ ഉത്തരമായിട്ട് വരുന്നു.